പിന്നെ റെഡ് അടിക്കുന്നുണ്ടോ? പിന്നെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഇത് മുകളിലെ ബട്ടൺ നിൽക്കാൻ. അഞ്ചേട്ടാ നമുക്ക് സ്പിന്നറേ കുറച്ച് സ്പിന്നറി അപ്പുറത്ത് അപ്പുറം ചേട്ടാ രണ്ടാമായിരുന്നേ. പേടി വേണ്ട, കളിച്ചോ. അത് നമുക്ക് വേനിങ്ങോ വെയിറ്റ് ചെയ്യേ, പന്ത് വരട്ടെ. എന്റെ സൈഡിന് മാടടി അടിക്കണ്ട, ആരെയും പ്രൂവ് ചെയ്യാനില്ല ഇവിടെ, ആർക്കൊന്നും പ്രൂവ് ചെയ്യാനില്ല. നല്ല ഷോട്ട് കളിക്കും. ഒന്നുമില്ല. ഓക്കെ ഷോട്ട് പന്ത് വരട്ടെ. ഇതിന് സമയം നോക്കണോടാ, ഒന്നുമില്ല. എവിടെ പോയി കാല്? ഒത്തിരി ഓർപ്പിച്ചാണ് ബോൾ വരുന്നത്. അങ്ങനെ നല്ലതായിട്ട് പിച്ചിങ് ഫുള്ള് നോക്കണം. പക്ഷെ ഇത് ഫുൾ ടൈറ്റാണ്, പുള്ളിയും പറ്റും.
സ്ട്രൈറ്റ് അറിയാൻ പോലെ കാല് ഫ്രണ്ടിലേക്ക് എടുത്ത് വെച്ച് പയ്യെ എടുക്കും. കാല് ഫ്രണ്ടിലേക്ക് എടുത്ത് ക്രോസ് അല്ല, ഫ്രണ്ടിലേക്ക് എടുത്ത് വെച്ചിട്ട് ടാപ്പ് ചെയ്യുക. ഫ്രണ്ട് കാല് വരണം, ഇങ്ങനെ വന്ന് ഇവിടെ ടാപ്പ് ചെയ്യും. ബ്രിങ് ദി ഹെഡ് ഡൗൺ. അത് ഗുഡ് ലെഗിൽ നിന്ന് ഇറങ്ങി പോയി. ഞാൻ പ്രീ മെഡിറ്റേറ്റ് ആവാതെ കറക്റ്റ് ബോളിലേക്ക് പോകും. ഉള്ളെങ്കിൽ ബോളാവാം, അത് കുഴപ്പമൊന്നുമില്ല. ചെറുതാണ്, ഫുള്ളിൽ അറിയാൻ പോവാണേ. Good. 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 എന്താ ബാറ്റ് ഇവിടെ ഇങ്ങനെ ആക്കി ഇങ്ങനെയൊക്കെ സർക്കസ് കളിക്കേണ്ട ആവശ്യമില്ല. ബാക്ക് സൈഡ് കൊണ്ടുവന്ന് ഉള്ളിലേക്ക് വലിച്ചു. അടുത്ത ആള് പാഡ് ചെയ്യ. ഡ്യൂട്ടി വാച്ച് ചെയ്യണം. ബോള് ആ മൂവ് ചെയ്തപ്പോൾ എഡ്ജായിരുന്നു. എപ്പോഴും അത് മിഡിൽ ചെയ്യാന്നോ. ഇരുന്നിട്ട് നിളയിൽ തരണം ബോഡിലേക്ക് അവിടെ. ഞാൻ തരാം. ഫുള്ള് ഫുൾട്ടോ ഞാൻ നിർത്തൂല, സ്റ്റോപ്പ് ചെയ്യൂല, പുറപ്പെടാൻ അടിച്ചോണം. Come back. Immediately come back. Okay, come back. Stand. Come back, stand. Come back. Sorry. Come back, stand. Go. കോൺസെൻട്രേറ്റ് ചെയ്യാം. പടപടേന്ന് അടിച്ചോ. എഡ്ജ് അത് ഏർലിയാ. ബോൾ ഒരു റൗണ്ട് ഓടും. ഒരു 6 ബോൾ ക്ലീൻ ഷോട്ട് അടിക്കണം. ബോൾ റെഡിയാണോടാ? നിന്നോട് എല്ലാം പറഞ്ഞു ഇവിടെ
വെയിറ്റ് ഒരു കുറവുണ്ട് ലോങ് ഷോട്ട് ഇവിടെ ലോങ് ഷോട്ട് ഇനി ഇവിടെ എല്ലാം സ്ട്രൈറ്റ് അടിക്കല്ലേ സ്ട്രൈറ്റ് ആ ലൂപ്പ് പൊങ്ങുമ്പോൾ ഇവിടെ ഇടും ആ ലൂപ്പ് റീബൗണ്ട് ചെയ്യുന്നു ആ മീറ്ററിലല്ലേ നീ അങ്ങനെ അടിച്ചിട്ട് 6 അടി അടിക്കുന്നത് എവിടാ നീ അപ്പുറത്ത് അവര് 10 ഗോൾ കളിച്ചിട്ടുണ്ടെങ്കിൽ വരയ്ക്കും നീ ആ ലെഫ്റ്റ് സൈഡിൽ മാത്രം നോക്കിയാൽ ഇതായിട്ട് കൊണ്ടുവന്നത് നെക്സ്റ്റ് മാറ്റണം അന്ന് കുറച്ച് ഫ്രണ്ടിലോട്ടോ ഓഫ് സൈഡ് റൈറ്റ് നീ നോക്കാൻ നിന്റെ പൊസിഷൻ ആണോ നോക്കാം ഷോട്ട് നോക്കി ചാരു പാഡ് ചെയ്യുന്നോ ബോൾ തട്ടി ഇതിനാണെങ്കിൽ എന്റെ ബാഗ് ബോൾസ് ഉണ്ട് പഴയ വേണോ എല്ലാം പഴയതാ ബാറ്റ് 2 ബോളോടെ ഇങ്ങനെ സ്ലൈസ് ചെയ്യുന്ന എന്തിനാ കാരണം ഇത് ഞാൻ ഇങ്ങനെ ആക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് അത് വരാൻ തോന്നി നേരത്തെ ഇങ്ങനെയല്ല അല്ല അങ്ങനെ ആക്കുമ്പോൾ നിന്റെ ഷോട്ട് നീ ഇവിടെ കളിക്കുന്ന അങ്ങോട്ടാ പോകുന്നത് നീ ഈ സ്ലൈസ് ചെയ്ത് നീ ഇപ്പൊ ഷോട്ട് കളിക്കുന്നില്ല ഇവിടെ കളിക്കുമ്പോൾ ഇപ്പൊ എന്താ സംഭവിക്കുന്നു കളിക്കുന്ന കുഴപ്പമില്ല കട്ട് ഷോട്ട് ഞാൻ മനസ്സിലല്ലേ സ്ലൈസ് ചെയ്ത് നീ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്ലൈസ് ആവുമ്പോൾ എന്താണ് ഈ വിടിൽ ചെയ്യേണ്ട സാധനം അത് കുഴപ്പമില്ല ഈ സാധനം ഇങ്ങനെയാണ് പിന്നെ അതേപോലെ ബാക്ക് നിന്റെ വീഡിയോസ് ശ്രദ്ധിച്ചാൽ ഈ ബാക്ക് ഇവിടെ കൊണ്ട് ഇങ്ങനെ സ്ട്രേറ്റ് കളിക്കുമ്പോൾ അങ്ങോട്ടും നീ ഇവിടെ കളിക്കുന്ന ബോൾ ഇങ്ങോട്ട് അപ്പൊ നമ്മൾ എവിടെയാണോ ബാക്ക് ഫ്ലോ എവിടെ ആ ലൈനില്ല ബോൾ ഇവിടെ കളിക്കുമ്പോൾ കറക്റ്റ് ഇങ്ങനെ അടിച്ചുകൂടും അടിച്ചു പവർ അല്ല കൂടുതൽ ടൈമിങ് പ്രാക്ടീസ് അല്ല കറക്ഷൻ ബോൾ കാണണം നമ്മൾ ബാക്ക് ബോൾ കൊണ്ടുപോകും ഇവിടെ അല്ല ബാക്ക് സ്റ്റോപ്പ് എന്താണ് ശ്രദ്ധിക്കാൻ പോകുന്നത് അടിച്ചു ഓക്കെ റെഡി ഓക്കെ ആ
ബ്യൂട്ടി. കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല. ഷോട്ട്. ജിനു ടൈം എത്രയാടാ? അവിടെ നോക്കിയാൽ ആ ബോഡി അത് മാറുന്നുണ്ട്. ഷോട്ട് വ്യത്യാസമുണ്ട്. ഒരുപാട് വലിച്ചടിക്കേണ്ട ആവശ്യമില്ല. അത് ഇത് ഞാൻ ഓൾറെഡി എക്സ്പെക്ട് ചെയ്തിരിക്കുമോ ബാക്ക് ഫുട്ട് കളിക്കാം. പെട്ടെന്ന് ഫിക്സ് ചെയ്യുമ്പോഴാണ് എനിക്ക് പ്രശ്നം. ഈ ബോളേ ഇവിടെ നീ ഫുഡ് വർക്ക് ഇല്ല ഇങ്ങനെ ഇതാ കളിച്ചത്. നിനക്ക് ബെൻഡ് ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കളിക്കാം. വണ്ടി കളിക്കാം. വണ്ടി കളിക്കാം. ഫ്രണ്ടിലേക്ക് വന്നേ. സൂപ്പർ ബ്യൂട്ടി. അത് ഇവിടെ ഇതെന്റെ സ്ലോട്ട്. ഇവിടെ ഞാൻ കളിക്കും, എനിക്കറിയാം. പക്ഷെ പെട്ടെന്ന് മിക്സ് ചെയ്ത് ബാക്ക് ഫുട്ട് പോകുമ്പോഴാണ് എനിക്ക് കളിക്കാൻ അറിയുന്നത്. കളിക്കാൻ വയ്യാത്തല്ലടാ. നീ പ്രീമെഡിറ്റേറ്റ് ആവുന്നതുകൊണ്ടാണ് ആ ഷോട്ട് വരാത്തത്. ബോഡി ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് മസിൽ മെമ്മറിയാണ്. ഇപ്പൊ നീ ഇവിടെ കളിക്കുന്നത് എന്താണ്? ഓ ഇവിടെ ബോൾ വന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ബാറ്റ് കൊണ്ട് ഇങ്ങനെ കളിക്കണം എന്ന് ആലോചിച്ചല്ലോ നീ കളിക്കുന്നത്. നീ എന്താ കളിക്കുന്നത്? ബോൾ വന്നു ഓട്ടോമാറ്റിക്കായിട്ട് ആ ഷോട്ട് കളിക്കും. അപ്പൊ ഷോട്ടുകളുണ്ട്, അതാ മൈൻഡ് ഫ്രീ ആക്കി വെച്ച് കളിക്കുക. ഷോർട്ട് ബോൾ അറിയാമല്ലോ. പുള്ളിയാണ്. ആ പുള്ളിന്ന് എങ്ങനെയാണ്? തല ബാക്കി പോരുത്. ഫ്രണ്ടിൽ നിന്ന് പോയി ചത്തൂടാ. അവന് പറടാ പോയി ചാടാ. ഇന്ന് നല്ല വിഷമോ ഏറും കൊണ്ട് വിക്കറ്റ് പോയി. ലേറ്റ് ഷോർട്ട് ബോൾ അല്ലേ നമ്മൾ ഇതെന്താ ചെയ്യുന്നത്? കുറച്ച് ക്രാമ്പായിട്ടാണ് കളിക്കുന്നത്. ക്രാമ്പെന്ന് നീ കളിക്കാം. ഷോട്ട് കറക്റ്റാണ് ഇന്നോട്ട് പ്രാക്ടീസ് ടൈമിങ്. പക്ഷേ ഐ വോണ്ട് ടു ട്രൈ ഷോർട്ട് ബോൾ ഈ ബാക്ക് ഫുട്ട് മൂവ് ചെയ്തു ഹുക്ക് കളിക്കും. അല്ല ഫ്രണ്ടിലേക്ക് വന്നിട്ട് ഈ ഇവിടെ വരുന്ന ഇവിടുന്ന് അടിക്കുന്നത്. ഇവിടെ വരുന്ന അവിടെ അടി ഓരി കൊടുക്കും. അടി അപ്പം അടിയിൽ പൊക്കിയുണ്ടെങ്കിൽ എന്താണ്? ബാക്ക് ഫുട്ട് വന്നു പിന്നെ നമ്മൾ ഷോട്ടിന് അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ എന്നുള്ളതാണ് നോക്കുന്നത്. നിങ്ങൾ മറ്റേ സെമിയിൽ ഓർക്കുന്നത്. അപ്പോൾ ഞാൻ അതുപോലെ കളിച്ച് പോയത്. പോവും. അല്ല അത് എന്നും ഇപ്പൊ ചെയ്യിപ്പിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തപ്പാണ് പ്രാക്ടീസ് ചെയ്യും. നമ്മുടെ ബസ്സിൽ നമ്മൾ ഒരു 10 സെക്കൻഡ് കഴിയുമ്പോൾ ഇവിടെ ലോങ് ഷോട്ട് വേറെ ഷോട്ടിന് പ്രാക്ടീസ് ചെയ്യാനുണ്ടോ? പട്ടിക ഇതൊക്കെയാണ് സ്വീപ്പ്.
സ്ലിപ്പ് ഷോട്ട് ചെയ്യണം. ഇവിടെ ഇവിടെ സ്വീപ്പ് ഷോട്ടും ലോങ് റേഞ്ചും കൂടെ പറ്റുവാണ്. സ്ലിപ്പ് ഷോട്ട് അത് ചെയ്യാം, നമുക്ക് രണ്ടും ചെയ്യാം. ഇവിടെ ഇരിക്കുക, അതിന് സ്ലിപ്പ് ഷോട്ടിന് പൊസിഷനാണ് ഇരുന്ന് ഇത് ഇരിക്കുക, എന്നിട്ട് ഇവിടെ ഇങ്ങനെ ചെയ്യാം. ഞാൻ അപ്പോൾ പന്ത് ഇങ്ങനെ ഇട്ട് വന്നുകൊണ്ടിരിക്കും. അടിക്കുന്നതാണോ ഹെഡ് ഇതിൻ്റെ ഫ്രണ്ടിലായിരിക്കും, എന്താ നീയുടെ പൊതുവേ നമ്മൾ ഈ സ്വീപ്പ് ഷോട്ട് കളിക്കത്തില്ലേ, 3 സ്റ്റോപ്പ് ചെയ്യണം. കണ്ടിന്യൂസ് ആയിട്ട് ബാറ്റ് കൊണ്ടുവരിക, കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചുകൊണ്ടിരിക്കുക. ഇത് ശരിക്കും ഈ സ്വീപ്പ് ഷോട്ട് നമ്മൾ കളിക്കുന്നത് കുഡ്ലെങ്കി വരുമ്പോൾ സ്പിന്നേഴ്സിനല്ലേ സ്വീപ്പ് ഷോട്ട് അടിക്കുന്നത്. അപ്പം നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റാത്ത ബോളിനെ റീച്ച് ചെയ്ത് അടിക്കുന്നതാണ്. അല്ല, ഇപ്പൊ പെട്ടെന്ന് നമ്മൾ സ്വീപ്പ് ഷോട്ടിന് റെഡിയായി. അങ്ങനെ റെഡിയാകുന്ന ബോൾ വീഴുന്നതനുസരിച്ചല്ലേ നമ്മൾ ബോൾ വീഴുന്നതനുസരിച്ച് ഈ റെഡിയാ സ്വീപ്പ് ഷോട്ട് റെഡിയാകുന്ന എപ്പോഴാണ് നീ ഓൾറെഡി പ്രീ മെഡിറ്റേറ്റ് ആയി നിൽക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അത് എന്താണ് സിറ്റ് ഇങ്ങനല്ല ബാക്കിലോട്ടോ പുഷ് ബ്രിങ് ഷോട്ട് കളിച്ച് കീബോർഡ് 3 4 5 6 ബാറ്റ് ഇങ്ങനെ ആവരുത്. ബാറ്റ് 1 2 3 ഫുള്ള് തന്നെ പോകും. 1 2 3 ഫുൾ. അത് ഇവിടെ നിന്നാണ് അടിക്കേണ്ടത്. ഓക്കെ. അപ്പം ബ്ലേഡ് കറക്റ്റാണ് വന്ന് അടിച്ചാൽ വിടുന്നത്. അപ്പോൾ അവിടെ വന്ന് ബ്ലേഡ് മണങ്ങി കഴിയുമ്പോഴാണ് എഡ്ജെടുത്ത് പോകുന്നത്. ഓക്കെ ഗോ 1 2 3 4 5 6 7 എന്താ ഇല്ല, നീ വീണ്ടും ബാക്കിൽ പോകും, ഫ്രണ്ടിൽ നിന്ന് കളിക്കണം. എനിക്കത് കുറച്ചുകൂടി സ്വീപ്പ് ഷോട്ട് നമുക്ക് സെന്റിയിൽ ഒത്തിരി ആവശ്യമുള്ളൂ. നോട്ട് ഈസി വിചാരിക്കുന്ന പോലെ അല്ല. ഞാൻ എഴുതുന്നു നടുവൊക്കെ ഇവിടെ കുറച്ചുകൂടെ ബാക്കിലോട്ട് വെച്ചാൽ കാലം ഇനി ഒന്ന് ഫ്രണ്ടിലോട്ട് തല കൊണ്ടു റീച്ച് ചെയ്യാൻ തല കൊണ്ടാണ്. ശരിക്കും ഇത്രയും ബെൻഡ് ചെയ്യണമെന്നുണ്ടോ സ്വീപ്പ് ഷോട്ട്? ഇന്നെല്ലാം ചെയ്ത ശരീരം മൊത്തം ഓടായി. വേണ്ട ഓക്കെ, ഇത് മതി. നമുക്ക് ഇനി പവർ ഷോട്ടോടെ കളിച്ചിട്ടാവും. കളിക്കട്ടെ, ടൈം പോകുന്നത് 21 നിങ്ങൾ നോക്കിക്കോണം. ബോൾ വീണ് റീബൗണ്ടായി ബോൾ പൊങ്ങുമ്പോഴാണ് അടിച്ചത്. ബാറ്റ് സ്ട്രെയിറ്റ് ആയിരിക്കണം. കുറച്ചുകൂടെ ബോളിൻ്റെ അടുത്തോട്ട് വരും. എവിടെ അടിക്കുന്നത്? മതിയല്ലോ, നമുക്ക് കയറട്ടെ. അങ്ങനെ നീ ബാക്ക് ശ്രദ്ധിച്ചോ. ഫ്രണ്ട് അടിച്ചു പൊളിക്കാന്ന് എന്റെ പേടി. നീ സ്ട്രെയിൻ ചെയ്യല്ലേ. പകയിലാണ് പക. എന്താണ് വാ ആരാ അടുത്തേ? പോളിയോ ഒളിക്ക് ഇവിടെ വന്നോ? അവിടെ പോണോ? സെറ്റാ. അടിച്ച്
പൊട്ടിക്കുക രണ്ടാം തരും എങ്ങനെയാണ് ധൈര്യം അല്ലേ ധൈര്യം പിന്നെ ധൈര്യം ഉണ്ടവനെ അടിക്കണം എന്താ ചെയ്യാൻ പോണേ അണ്ടറാം തരും ഫ്രണ്ടിലേക്ക് അണ്ടറാം അറിയാമോ ഇങ്ങനെ പയ്യിട്ട് തലയാണ് നമ്മുടെ ഫുൾ ബാലൻസ് പോലെ തല എങ്ങോട്ട് പോകണോ അങ്ങോട്ട് ശരീരം പോകും പയ്യെ ശരീരം ഈ തല ബോളിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക പയ്യെ പുഷ് ചെയ്യുക എൻ്റെ അടുത്തോട്ട് പോകും തല കൊണ്ട് തല ഹെഡ് ഫോളോ ഓൺ ചെയ്യുക കാലടക്ക് കാല് കൊണ്ടുവരണം മനസ്സിലായി തല വരുന്നതിന്റെ കൂട്ടത്തിൽ ഓക്കെ ബെൻഡ് ചെയ്ത് ഓക്കെ വെയിറ്റ് ചെയ്യും പുറത്തരട്ടെ കാണും കണ്ണടിക്കരുത് ബാറ്റിൽ ബോൾ കൊണ്ടുവരണം എടാ നീ അതെന്നെ പൊളിക്കാണോ ഈ ഓഫിൽ വന്ന ബോളില്ലേ അതിവിടെ വന്നിട്ട് ഇങ്ങനെ കളിക്കും ഓഫിൽ ബോൾ ഇങ്ങനെ ഇവിടെ പോയി മനസ്സിലായോ എടാ ഇതാരുടെയാ പോളി പുതിയ മേടിച്ചു തരാന്ന് പറഞ്ഞു എന്താ വേടാ എവിടെയെങ്കിലും ക്യാമറ അടിച്ച് പൊട്ടിച്ചാൽ അവന് അത് ഓണാക്കണം പുതിയ വീഡിയോ വരണമെന്നുണ്ടെങ്കിൽ